നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്താണ്, ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണല്ലോ. ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒത്തിരി ചിരിക്കാനുള്ള വിശേഷങ്ങളുണ്ട്, ഒത്തിരി അല്ലാതെ ഗൗരവകരമായിട്ടുള്ള വിശേഷങ്ങളുണ്ട്. നമ്മുടെ SFIക്കാർ പിള്ളേർക്ക് 10 വർഷത്തിന് ശേഷം സമരത്തിന് ഇറങ്ങേണ്ടി വന്നു. അട്ടി വാങ്ങിച്ച് ഇടപാട് തീർന്നു. തിരുവനന്തപുരം പാളയത്ത് ഒരു പയ്യന്റെ 2 കൈയും അടിച്ചൊടിച്ചു. എനിക്കൊന്ന് ശിവദാസ് ആണെന്ന് തോന്നുന്നു, അവരുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ. ശിവപ്രസാദിന് ഒരു കൈയാ പോയിട്ടുണ്ട്. വേറെ ഒരുത്തൻ്റെ 2 കൈ. ഇത് കിലുക്കത്ത് ജഗതി വരുന്ന പോലെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായിട്ട് പറന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ദുരന്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ സഹാനുഭൂതി കമന്റ് പോലും ഒരാളുമില്ല. സാധാരണഗതിക്ക് പിള്ളേരെ അറ്റാക്ക് ചെയ്താൽ ഒരു സ്നേഹവും എന്തിനാ ഈ പിള്ളേർക്ക് ഭാവിയുള്ളതാണല്ലോ എന്നുള്ള ഒരു ഇതാണ്. അതിൽ ഇക്കുറി ഞാനും നോക്കി ഒരാൾ പോലും ആ കുട്ടികളുടെ സഹതാപം കാണിക്കുന്നില്ല. പിന്നെ ഈ പഴയ പോലെ വീരശൂര പരാക്രമികളല്ല ഇവന്മാര് മുങ്ങി. ഇതിന്റെ ഒരു കാര്യം വിശാഖൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 10 വർഷമായിട്ട് സമരം നടത്തിയിട്ടില്ല. 10 വർഷമായിട്ട് സമരം. അപ്പൊ ഈ 10 വർഷ കാലയളവിൽ ഇവന്മാര് സമരം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇവന്മാര് ഭയങ്കരമായിട്ട് അഹങ്കാരികളായി മാറി. ഈ കാമ്പസുകളിലെ മുഴുവൻ ലഹരി കച്ചവടത്തിന്റെയും ഈ മദ്യപാനത്തെ, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഞാൻ SFI പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഞങ്ങള് മാതൃകാ വിദ്യാർത്ഥികളാണ് ശ്രമിക്കുന്നത്. നമുക്ക് അറ്റാക്കൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഒരിക്കലും മദ്യപിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യത്തില്ല. നമ്മൾ ചെയ്താൽ രഹസ്യമായിട്ട് ചെയ്യത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇതിപ്പോ ഇവന്മാര് പരസ്യമായി ഈ ലഹരി കച്ചവടത്തിന്റെ ഏജൻസി ഏറ്റെടുത്ത് നടത്തുന്ന രീതിയിൽ അവരെ നടത്തിയത്. അല്ല, അറസ്റ്റിലാകുന്നവരോ നോക്കിയാൽ മതി. ഇപ്പൊ ഇന്നലെ തിരുവല്ലയിൽ മിനിഞ്ഞാന്ന് MDMA-യുമായിട്ട് ഒരു യുവാവിനെ പിടിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഡ്രൈവറാണ്. അപ്പോൾ ഈ അവർക്ക് ധൈര്യമാ. അതെ, ഈ കേരളത്തിലെ ഡ്രഗ്സ് മാഫിയെ മൊത്തം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ CPM-ലെ പ്രധാന നേതാക്കളാണ്. ഈ കരുനാഗപ്പള്ളി മുതൽ ആലപ്പുഴ വരെ ഉള്ള ഭാഗത്തിന്റെ ചുമതലയായിരുന്ന ഷാനവാസ് എന്ന് പറഞ്ഞ CPM-ന്റെ ആലപ്പുഴയിലെ നേതാവിന്റെ വാർത്ത എന്ന് വന്നതാണ്. അതെ, അയാളെ പിടിച്ചു. അയാളെ ലോറി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടെന്നൊരു വേറൊരു കോൺട്രാക്ട് ഉണ്ടാക്കി. ഇത് ഇയാടെ അല്ലെന്ന് പറഞ്ഞു. അയാളെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു. കോതമംഗലത്ത് മാഹി എന്ന് പറഞ്ഞൊരു SI ഉണ്ടായിരുന്നു. ബഹുമിടുക്കനായിരുന്നു. അല്ല, SIയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടുത്തെ ആ പരിസരത്തുള്ള ഒരു ചെറിയ പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷൻ്റെ ചുമതല, ഞാൻ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. അയാൾ ഇതുപോലെ അയാളുടെ ഡ്യൂട്ടിയുടെ അയാൾ തിരിച്ചറിയുകയാണ് ഇവിടെ ഈ ഒരു കട കേന്ദ്രീകരിച്ച് നൈറ്റിന് മുഴുവൻ ലഹരി കച്ചവടമാണ്. അല്ല, അവിടെ ചെന്ന് ഉമാരെല്ലാം അടിച്ചോടിച്ചു, ബഹളം വെക്കരുതെന്ന് പറഞ്ഞു. കുറേ പിള്ളേരാണ് തട്ടെടുക്കാനുള്ള, രാത്രി അടച്ചിട്ട് പോകണമെന്ന്. പക്ഷേ ഒരു ദിവസം ചെല്ലുമ്പോൾ ഉമാർ കുറേ പേര് അവിടെ വീണ്ടും നിൽക്കുകയാണ്. ഇയാൾ അവിടെ ചെന്ന് മെക്കിട്ട് കയറാൻ ഇയാളെ പിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇവന്മാർ അവിടെ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവിടുന്ന് ആള് വന്ന് ഇയാളെ ചീത്ത വിളിച്ച് ഇയാളെ സാഖി കേട്ടിട്ട് ഒരുത്തന്നെ ഉടുപ്പിന് പിടിച്ച് ലോക്കപ്പിലെടുത്ത് എത്ര മാത്രം എടുത്തു. ഇതിന് അയാളെ സസ്പെൻഡ് ചെയ്തു. അതായത് ലഹരി കച്ചവടത്തിൽ അത് ഈ മഹി എന്ന് പറയുന്ന ആള് ഏത് പോലീസ് സ്റ്റേഷൻ കയറിയാലും പണ്ടത്തെ കൊലപാതക കേസൊക്കെ പഠിക്കും. അതെല്ലാം പഠിച്ച് എന്നിട്ട് ഇയാളിത് തെളിവ് തപ്പിയെടുത്തേക്കുന്ന ആളാണ്. ഇഷ്ടംപോലെ കേസ് തെളിയിച്ചിട്ടാണ്, വിടുമെടുക്കനാണ്. ഇങ്ങനെ പോലീസിനെ ഉപദ്രവിച്ച് ഈ ഒരു കൊട്ടേഷൻ സംഘവും ലഹരി മാഫിയ സംഘവന്മാർ വാണരുത്. 10 വർഷം ഒറ്റ സമരം നടത്തിയിട്ടില്ല, ദേഹം അനങ്ങിയിട്ടില്ല, ദേഹം നൊന്നിട്ടില്ല. അത് PK ശശി പറഞ്ഞില്ലയോ? PK ശശി പ്രസംഗിച്ചാണല്ലോ ആർഷോയ്ക്കെതിരെ. ഒരുത്തൻ കഞ്ചാവ് അടിച്ചു വേറൊരുത്തൻ്റെ തോളെ ചാരി ഇന്ന് ഉറങ്ങുക. യുവമാർക്ക് വേറെ ഒരു പണിയില്ല. ഇവർ ചെയ്തുകൊണ്ടിരുന്ന മിനിമം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ കോളേജിലുള്ള ബാക്കി കുട്ടികളെ തല്ലുക എന്നുള്ളത് മാത്രം. അതായത് ABVP കാര്യം, KSU കാര്യം ക്രൂരമായി മർദ്ദിക്കുക. അങ്ങനെയൊന്നുമല്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാരൻ തല്ലോ ഒമാരനെ, അവിടെ ഒരുത്തന്നെ SFIക്കാരനെ കുത്തിയിട്ടാണല്ലോ മറ്റേ ആ ടെസ്റ്റ് റദ്ദാക്കിയത്. പോലീസ് 2 പേരെ പോലീസിലേക്ക് എടുത്ത റദ്ദാക്കിയത്. അത് കണ്ടുപിടിച്ചു. പേര് മറന്നുപോയി. SFIക്കാരനെയാണ് അവർ കുത്തിയത്. അതെ, അതാണ് താലിബാൻ തീവ്രവാദികളുടെ കൂട്ടം. ആർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആരെയും വെടിവെക്കാൻ കിട്ടിയില്ല. കൂടെ നിൽക്കുന്നതിന്റെ കുണ്ടിക്ക് വെടിവെക്കുന്ന ഒരു വീഡിയോ പണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കുണ്ടി എന്നുള്ള വാക്ക് മോശമായ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പൃഷ്ഠം കണ്ടുപിടിച്ചു. അപ്പം അല്ല, പൃഷ്ഠം ഇപ്പൊ നന്നായിട്ട് ഓടുന്നുണ്ട്, പൃഷ്ഠം എന്നുള്ള വാക്ക്. എന്തായാലും ഇന്നലെ പാളയത്ത് വെച്ച് ഇവരെ തലങ്ങനം വിലങ്ങനെ അടിച്ചു. ഉമാര് ബുദ്ധിമാന്മാരായിരുന്നു. എന്നാ ഇവന്മാര് അതിബുദ്ധിമാന്മാരായിരുന്നു. ഉമാര് ഈ ജലപീരങ്കി പ്രയോഗിച്ചപ്പം അതിന്റെ അടി വന്നത്, നമ്മൾ ഈ വെള്ളച്ചട്ടത്തിന് അടി വന്നപ്പോഴാണ് അടിച്ചോടിച്ചത്. അതായത് അവിടുന്ന് മാറുന്നതാണ്. അല്ല, ഇത് പക്കാ ഗൂഢാലോചനയാണ് ഇന്നലത്തെ ആക്രമണം. കാരണം നമുക്കത് കൃത്യമായിട്ട് അറിയാം. പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരെ ലക്ഷ്യം. ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ. കാരണം എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും പിണറായി വിജയനോട് രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോടൂ എന്നാണ് പറയുന്നത്. ഇതാണ് എല്ലായിടത്തും ഇതാണ് പറയുന്നത്. ഇയാള് പറയുന്നത് അത് അങ്ങനെ ഒരുപാട്. പക്ഷെ അതിന്റെ ഇടയിൽ കേട്ട ഒരു വിമർശനം തലയോലപ്പുറം ഏരിയ കമ്മിറ്റി പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. തലയോലപ്പുറം ഏരിയ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്
പിണറായി വിജയൻ രാജിവെച്ചിട്ട് ശൈലജ ടീച്ചർ അവിടെ മത്സരിച്ച് ജയിച്ച് പ്രതിപക്ഷ നേതാവാണെന്ന ഗംഭീരം ഫോർമുല അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. ബാക്കിയല്ല, എല്ലായിടത്തും വിമർശനം നടക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും എതിരെയാണല്ലോ. അവിടെ എല്ലാം പറയുന്ന മൂന്നാമത്തെ പോയിന്റ് ഈ കെ ശൈലജയെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം അണികൾക്കിടയിൽ ഇവർക്ക് സ്വാധീനമുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് പിണറായി വിജയൻ അവരെ തോൽക്കുന്ന സീറ്റ്. ഇപ്പൊ ധർമ്മടത്ത് പോയി നിർത്താന്ന് വെച്ചോളൂ. ഇപ്പൊ പിണറായി രാജിവെക്കും. അതെ, ധർമ്മടത്ത് കൊണ്ടുപോയി ശൈലജ മത്സരിച്ച് 50,000 വോട്ട് ഭൂരിപക്ഷം ജയിക്കും. അവർ ജയിക്കും. പിണറായി കഴിഞ്ഞ തവണ ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇതോടെ CPM ഒരു പുതിയ കളർ വരും. അതായത് CPM വിരുദ്ധ വികാരം ഇല്ല, പിണറായി വിരുദ്ധ വികാരമായിരുന്നു മനസ്സിലായി. ഈ പറഞ്ഞ CPM, ഈ നഷ്ടപ്പെട്ടു പോയ CPM ഇമേജ് തിരിച്ചു കിട്ടി. പുതിയൊരു നേതൃത്വം, സ്വരാജിനെ വല്ലതും സെക്രട്ടറി ആക്കണം. കാര്യം ബുദ്ധിജീവിയാണേലും ഈ പറഞ്ഞ ഇതുപോലത്തെ ഈ ഇതേ സ്വഭാവം ഭയങ്കര മുട്ടയുണ്ട്. പക്ഷെ ഇതിനേക്കാൾ ഭേദമാണ് മറ്റേ ഗോവിന്ദനേക്കാൾ. പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. പിണറായി വിജയൻ അടുത്ത 5 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രിയാ നിൽക്കുക. അപ്പൊ പിന്നെ എങ്ങനെ അത് പറ്റുന്നത്? പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ചിരഞ്ജീവി. അല്ല, അത് ശ്രദ്ധിച്ചു. നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞാണ്, സാർ ഇപ്പൊ ഇത് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, പാർട്ടി പറഞ്ഞ ഞാൻ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചിരഞ്ജീവിയാണ്. ഇപ്പൊ ഇന്നൊരു രസകരമായ വാർത്ത, ഇന്നാണോ ഇന്നലെയാണോ ഞാൻ കണ്ടു, ഞാൻ മത്സരിക്കതായിരുന്നു, തെറ്റായി പോയിന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. ഞാൻ ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ലെന്നും പറഞ്ഞു. പുള്ളിക്ക് ആവർത്തിക്കാൻ, പുള്ളി ഈ 5 വർഷത്തിനുള്ളിൽ പുള്ളിക്ക് ഇനി എണീറ്റ് നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പൊ തന്നെ പുള്ളിയെ ഒരു വണ്ടിയെ കയറ്റി അതേ പിടിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ആ നിപ്പ് ഇങ്ങനെ നിൽക്കും എവിടെ വരെ പോയാലും. അങ്ങനെ എനിവേ SFIക്കാർക്ക് തല്ലുകൊണ്ടുന്ന അവസ്ഥ വളരെയധികം ആഹ്ലാദം ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങളുടെ. അത് 2 കൈ തല്ലി ഒടിച്ച ഒരാളുടെ പോസ്റ്റിനടിയിൽ വന്ന കമന്റാണ്, അവന്റെ കാലൂടെ തല്ലി ഓടിച്ചിരുന്നെങ്കിൽ. അപ്പൊ നമ്മൾ ഇന്നേ വരെ ഒരാൾക്ക് അടി കൊണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു ജനവിഭാഗത്തെ നമ്മുടെ നാട്ടുകാർ മൊത്തം. അപ്പൊ ഒന്ന് ആലോചിച്ചോണ്ട്, ഈ നാട്ടുകാർക്ക് എന്തുമാത്രം കലിപ്പുണ്ടായിരുന്നു ഈ CPM-നോടും പിണറായി വിജയനോടും ഈ SFIക്കാരനോട് DYFIക്കാരനോടും ഒന്ന് ആലോചിക്കും. LDF ഒരു ഘടകകക്ഷിയോടും ഈ ഒരു പാർട്ടിക്കാരോടല്ലാതെ വേറെ ആരും വാർത്തകളിലില്ല. ഇവന്മാര് മത്സരിക്കാതെ ഉള്ളൂ. ബാക്കി CPI-യോട് പോലും ഇത്രയും. ഇതേസമയം കോട്ടയത്ത് ഇന്ന് അവർക്ക് മാർച്ച് നടത്താൻ ആളെ കിട്ടില്ലെന്ന് അത് മുങ്ങി. ഇവിടെയൊക്കെ മുങ്ങി. തിരുവനന്തപുരത്തും താമസിച്ചാ തുടങ്ങിയത്. കേരളം മുഴുവൻ മാർച്ച് നടത്തി ഞെട്ടിക്കാൻ ഇറങ്ങിയിട്ട് ആളെ കിട്ടുന്നത് എല്ലാവർക്കും പേടിയാ. അല്ല, ഇന്നിപ്പോ ആർഷോ ആരോ പോസ്റ്റ് ഇട്ടേക്കാണ്, തീ തുപ്പുന്ന പീരങ്കി അല്ല, ജലം തുപ്പുന്ന പീരങ്കി അല്ല, നിങ്ങൾ തീ തുപ്പുന്ന പീരങ്കി കൊണ്ടുവന്നാലും ഞങ്ങൾ നേരിടും. എന്നിട്ട് ആരും കാണാൻ കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയാം, 10 വർഷത്തിന് ശേഷം ഇപ്പൊ ഈ നിൽക്കുന്നതൊന്നും ഒരു സമരവും കണ്ടിട്ടില്ലാത്ത പിള്ളേരാണ്. ഇതല്ല, ഈ 10 വർഷം മുമ്പ് 5 6 വയസ്സല്ലേ 8 വയസ്സുണ്ടായിരുന്ന പിള്ളേരാണ് ഇപ്പൊ നേതാക്കളാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അടി മേടിക്കും. അവന്മാര് പാർട്ടിയുടെ കൂടെ നടന്ന് അടി കൊടുക്കുകയും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിരുന്നു. ഇപ്പൊ അടി കിട്ടുന്ന ആദ്യമായിട്ട്. പിന്നെ അതിനകത്ത് വേറൊരു മറുവശം കൂടിയുണ്ട്. 10 വർഷത്തെ കലിപ്പ് പോലീസിനുണ്ട്. ഇവന്മാർ ഏതൊക്കെ രീതിയിൽ അവരെ ദ്രോഹിക്കാവോ അതെല്ലാം. ആ കലിപ്പ് ഒരടി 9 അടിയുടെ എഫക്ട്. എന്നോട് എന്റെ ഒരു സുഹൃത്തുണ്ട്, SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഇപ്പൊ CPM-ന്റെ ഏരിയ കമ്മിറ്റി വേറൊന്നും പറയുന്നില്ല ഞാൻ വിശദമായിട്ട്. അവൻ പറഞ്ഞു, എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 10 വർഷം ഈ പോലീസുകാരെ ഇവർ തെറി വിളിക്കുമായിരുന്നു. അതെ. അപ്പൊ ഇത് സംയമനത്തോടു കൂടി കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇത് CPM-കാരായ പോലീസുകാർ പോലും ഉള്ളിൽ സൂക്ഷിച്ചേക്കുമെന്ന് പറഞ്ഞു. അതായത് പാർട്ടിക്കാരാണ്, എടാ പോടാന്ന് മാത്രമല്ല വീട്ടിൽ അപ്പനും അമ്മയ്ക്കൊക്കെ തെറി വിളിക്കും. ഇതെല്ലാം ഈ പോലീസുകാർ എഴുതി വെച്ചിരിക്കും, ആരാ വിളിച്ച് ഇവനെയൊക്കെ എവിടെ കിട്ടിയാലും തീർക്കും. അവനോട് പറഞ്ഞ് പണി കിട്ടും, ഉറപ്പായിട്ട് പണി കിട്ടും, എടുത്തിട്ട് അടിക്കും. കാരണം ഇവരുടെ എല്ലാം ഉള്ളിൽ കലിപ്പുണ്ട്. അത് ആ അടിയാണല്ലോ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഒരുത്തന്റെ 2 കൈയും തല്ലി ഓടിച്ചു. ഒന്ന് ആലോചിച്ച്, 2 കൈ ഓടിഞ്ഞ് ഇങ്ങനെ പാസ് ഇട്ട് കിൽക്കത്തിലെ ജഗതിയെ പോലെ നടക്കുന്ന ആ പയ്യന്റെ അച്ഛനും അമ്മയും ഇത് കണ്ട എങ്ങനെ സങ്കടകരം. എന്ത് കാര്യത്തിനാണ്? ഒരു കാര്യവും ഇല്ല. ഇന്നലത്തെ വിഷയം മൊത്തം ഇവരുണ്ടാക്കിയതാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ വന്ന KSUക്കാരനൊരു ചെറുക്കനെ ഇവന്മാർ പിടിച്ചിടിക്കുന്നു. അതിനുശേഷം ഇവന്മാർ ജയിക്കുന്നു. കാരണം മൃഗീയ ഭൂരിപക്ഷം ഉണ്ട്. SFIക്കാണ് കലാലയങ്ങളിൽ ഭൂരിപക്ഷം. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാർ വോട്ട് ചെയ്ത് ചെയർമാനെ. അപ്പോൾ അതിന് വന്ന പയ്യനെ ഇടിക്കുന്നു. അതിനുശേഷം രാത്രിയിൽ ഇവർ തന്നെ ജയിച്ചു. പ്രത്യേകിച്ച് ആഹ്ലാദ പ്രകടനത്തിന് കാര്യം. പക്ഷേ ഈ ആഹ്ലാദ പ്രകടനത്തിനിടെ യുവന്മാർ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കും. ഇതെല്ലാം പൊളിച്ചു. അതിന്റെ പിന്നാലെ ഈ ജയരാജനും MV ജയരാജനും ഈ പറയുന്ന റഹീമും പറന്ന് അവിടെ വരുന്നു. അതിന് സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റ് കണ്ടായിരുന്നു. സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടു. റഹീം അവിടെ നിന്നുകൊണ്ട് പറയുന്നു, ലുട്ടാപ്പി റഹീം, SFIക്കാരുള്ളവരെ അവിടെ ഇരിക്കാൻ 8 പോലീസുകാരും 4 മാധ്യമപ്രവർത്തകരും ഇരുന്നു, ബാക്കിയുള്ളതല്ല ഓടിയെന്ന്. കാരണം ഇവന്മാരല്ല ഇപ്പോഴും SFIക്കാരാ. അതായത് നല്ല രസകരമായ ട്രോളാ. 8 പോലീസുകാരും ഇരുന്നു, 4 മാധ്യമപ്രവർത്തകർ ഇരുന്നു. അവിടെ ബാക്കിയുള്ള SFIക്കാരൊക്കെ ജീവനും കൊണ്ടോടി. ഈ ലുട്ടാപ്പി എതിരെ കുന്തത്തെ പറന്നു പോയെന്നാ പറയുന്നത്. ലുട്ടാപ്പി അടി വന്നപ്പോ എതിരെ പോയെന്ന് ആർക്കും അറിയില്ല. എന്തായാലും വളരെ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം തല്ലുകൊള്ളുമ്പോൾ, സമരം നടത്തുമ്പോൾ ആളുകൾ തല്ലുകൊള്ളുന്നത് കണ്ടിട്ട് ജനത്തിന് കൈയടിക്കും. ഇതിനകത്ത് മറ്റൊരു അപകടം കൂടുണ്ട്. ഈ
5 വർഷം സമരം ചെയ്യാനുള്ളതാണ്. ഈ തുടക്കത്തിലെ ഇതുപോലെ അട്ടിക്കൊണ്ട് ഇവന്മാർ കയ്യും കാലും ഒടിഞ്ഞ് കരയ്ക്ക് കയറിയാൽ ഇനി സമരം ചെയ്യാൻ ഒറ്റ ഒരുത്തം വരികയില്ല. ഈ 10 ദിവസം കൊണ്ട് തന്നെ ഈ SFIക്കാർ കരയ്ക്ക് കയറും. അല്ല, കയറും, അവരെ കയറ്റും. കാരണം അത്രയും അടി അടിക്കും. ഈ SFIക്കാരെ ഉള്ളല്ലോ, മറ്റവരെല്ലാം അസ്തമിച്ചു പോയല്ലോ. DYFI ഇല്ലല്ലോ, DYFI ഇല്ല, CITU ഇല്ല, എല്ലാം അസ്തമിച്ചു. ആകെപ്പാടെ ഉള്ളത് SFIക്കാർ. ഈ തുടർ ഭരണത്തിന്റെ അപകടമാണ് ഇത്. അപകടമാണ്. ഈ 10 വർഷത്തിന് ശേഷം പ്രത്യേകിച്ച് ഇപ്പൊ ചെയ്യാൻ പണിയൊന്നുമില്ല. എന്തിനാ വോട്ട് പിടിക്കാൻ പോലും ഇവർ മറന്നുപോയി. ഞങ്ങൾ ജയിച്ചു പോകും എന്ന് കരുതിയത് കാരണം പല വീടുകളിൽ ഇവർ കയറിയിട്ടില്ല ഇത്തവണ. എനിവേ, അപ്പൊ ആ വിഷയം അങ്ങനെ തന്നെ പോട്ടെ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തകർക്ക് പണി കിട്ടിയിരിക്കുന്നു. അതെ, അത് വല്ലാത്തൊരു പണിയാണ്. ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിൽ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെട്ടത്, വാർത്തയിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് 25 വർഷമായിട്ട് പിണറായിയുടെ ഗവൺമെന്റാണ് അനിൽകുമാർ എന്ന്. 25 വർഷം. അതായത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ തന്നെ എല്ലാ തൻ്റെ ക്രിമിനൽ പ്രവർത്തികൾക്കും കൂട്ടുനിൽക്കുന്ന ഒരുത്തന്നെ പിടിച്ച് ഗവൺമെന്റ്. അത് അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഈ പോലീസിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലീസുകാരനെ നമ്മുടെ പ്രൊട്ടക്ഷനായിട്ട് കൊണ്ടുവരാം. അങ്ങനെ പിണറായിയുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും കുട പിടിക്കാൻ വേണ്ടി കൂടെ നടത്തിയതാണ് ഈ അനിൽകുമാറിനെ. അവൻ കരുതി ഈ സഖാവ് പിണറായി ഒരിക്കലും മരിക്കില്ല, ഒരിക്കലും അധികാരം ഒഴിയില്ല. അതെ, ഈ MR അത് തന്നെ വിചാരിച്ചു, MR അജിത് കുമാറും അത് തന്നെ വിചാരിച്ചു. ഈ അനിൽകുമാർ എന്ന് പറയുന്നത് പിണറായിയുടെ ഗുണ്ടയാണ്. അതെ, അയാൾ സീറ്റിൽ പോറ്റി വളർത്തിയ ഗുണ്ട. ആ ഗുണ്ട പോലീസ് പോലും തിരികെ കേട്ടതായിരിക്കും. അതെ, അതായിരിക്കണം. കാരണം അയാളെ കാണുമ്പോഴേ നമുക്കറിയാം ഇയാളെ പാർട്ടി അല്ലെ പിണറായി വളർത്തിക്കൊണ്ടുവന്ന ഗുണ്ടയാണെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്താൽ ഒരുപാട് രഹസ്യങ്ങൾ അറിയാൻ പറ്റും. അല്ല, ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇയാൾക്ക് സസ്പെൻഷനായി. അതെ, അപ്പൊ അയാൾ വേറെ കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ അയാള് പോലീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഗൺമാനെ തുടരാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടിരിക്കുകയാണ്. അയാൾ തുടരുമെന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് ഇപ്പൊ സസ്പെൻഡ് ചെയ്തതിന് 25 കൊല്ലത്തിനിടയിൽ ബ്രേക്ക് ഉണ്ടാവുകയാണ്. പിണറായിക്ക് അയാളെ കൊണ്ട് നടക്കാൻ പറ്റും. ഒഫീഷ്യൽ ഗവൺമെന്റ് അല്ലെന്നേ ഉള്ളൂ, കൂടെ കൊണ്ട് നടക്കാൻ. അതിപ്പം ഇതില്ലല്ലോ. കൂലി കൊടുത്തുകൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം അതീവ ഗൗരവമുള്ളതാണ്. നമ്മൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഭയങ്കരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ ചെയ്തു എന്നുള്ളതല്ല. പിണറായിയുടെ ഗുണ്ടകളായിരിക്കുന്ന പോലീസുകാർ പിണറായിക്ക് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കും. പക്ഷേ പരീക്ഷ എഴുതി, UPSC പരീക്ഷ എഴുതി IPS പാസ്സായി ADGP റാങ്കിലെത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ഈ തോന്നിയാസങ്ങളെല്ലാം കൂട്ടുനിൽക്കുകയും അതിന് സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. എന്തൊരു വിടുപണിയല്ലേ അയാൾ P ശശിയും അയാളും അൻവറും കൂടെ ചേർന്നാണ് ഇവിടെ ഈ അരാജകത്വത്തിന് തുടക്കം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അനുഭവം ഉണ്ടല്ലോ. നിങ്ങളുടെ ക്യാമറ എന്റെ ഫോൺ പിടിച്ചുകൊണ്ട് പോയതിനകത്ത് ആദ്യം എന്നെ വീട്ടിൽ വന്ന് ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, നിങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പത്തനംതിട്ട DSP നന്ദകുമാർ അയാൾ പറഞ്ഞു പൊക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് അന്ന് പത്തനംതിട്ട SP ഒരു സ്വപ്നിൽ മധുകർ മഹാജൻ എന്ന് പറഞ്ഞ് എനിക്കൊരു മഹാരാഷ്ട്രക്കാരനോ പൂനെക്കാരനോ ഇയാളുടെ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു ഈ സംഭവം നടക്കും. അപ്പോൾ ഇയാൾ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി. എൻ്റെ ഫോൺ പിടിക്കുന്ന ദിവസം ഇയാൾ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി. അയാൾ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുമ്പോഴാണ് ഈ ADGP ഇയാളെ വിളിപ്പിക്കുന്നത്. ഡയറക്റ്റ് നിങ്ങൾ ഇവിടെ വരാൻ പറഞ്ഞു. അവിടെ നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ചുമതല അവിടെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അയാളുടെ വീട്ടിൽ പോയി ഭീകരാന്തരിച്ച് അയാളുടെ ഫോൺ പിടിച്ചെടുത്ത് അയാളെ ചെയ്യാവുന്ന ഹരാസ്മെന്റ് എല്ലാം ചെയ്യാൻ പറഞ്ഞ് ഇയാളെ ഓടിച്ചു വിട്ടു. ഇയാൾ ഓടിപ്പാഞ്ഞ് അവിടെ വന്നിട്ട് അവിടുത്തെ SP-യുടെ ഓഫീസിൽ ചെന്നിട്ട് ഇയാൾ ഉടനെ ലോക്കൽ DYSP-യെ വിളിച്ച് എത്രയും പെട്ടെന്ന് അയാളുടെ ഫോൺ പിടിക്കണം. അപ്പോൾ ഈ ലോക്കൽ DYSP നമ്മൾ പറഞ്ഞ ഒരു കാര്യമില്ല, ചുമ്മാ ഇവന്മാരെ വേലയാണ്, നിങ്ങളെ ചുമ്മാ വിരട്ടാൻ വേണ്ടിയാണ്, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞ് നമ്മൾ അതേ DYSP നമ്മളെ തിരിച്ചു വിളിക്കും, ഈ ഫോൺ കൊണ്ടു തരണം. അപ്പോഴും നമ്മളെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നമ്മളെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിനകത്ത് കയറ്റി നിൽക്കുന്ന വേഷത്തിൽ വലിച്ച് ജീപ്പിനകത്ത് കയറ്റി കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവരത് ചെയ്യുമോ? അവർക്ക് ഈ ADGP പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ സൗഹൃദമുള്ള ആൾക്കാർ ഇവരങ്ങനെ ആണ് ഈ കൊണ്ടുപോകുന്നത്. എന്റെ ഒരുപാട് അനുഭവം ഉണ്ടല്ലോ. നമ്മളെ എന്റെ ബന്ധുക്കളെ വീട്ടുകാരെല്ലാം കൊണ്ടുപോകുന്നു, പലതും കയറി ഇറങ്ങി നടക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഏറ്റവും രസകരമായ സംഭവം ഉള്ളത്, ഞാൻ ADGP-യുടെ കാര്യം ഓർക്കുന്നത്, ഒരു കേസിൽ എന്നെ വയർലെസ് കേസുണ്ട്, ജീവപര്യന്തം തടവ് കിട്ടുന്ന കുറ്റകൃത്യമാണ്. അൻവറിന്റെ പേര് ഒരിക്കലും ഇടാൻ പാടില്ലാത്ത ആ FIR ഇട്ടിട്ട് ജാമ്യം കിട്ടുന്നു. പക്ഷെ ഈ FIR-ഉം ഈ കുറ്റപത്രവും പ്രോസിക്യൂഷന്റെ വാദം കേൾക്കും ജഡ്ജിക്ക് തന്നെ ഒരു ആശങ്ക, ഇനി ഇവൻ ശരിക്കും ഇത്രയും വലിയ ഭീകരനാണ് എന്ത് ചെയ്യും? കാരണം ജീവപര്യന്തം തടവ് കുറ്റകൃത്യം, ടെലിഗ്രാഫ് ആക്ട് ഒക്കെ ഉണ്ട്. നല്ലതായിട്ട് വക്കീൽ വാദിച്ചു, ജഡ്ജി കൺഫ്യൂഷൻ ആയിരുന്നു, ജാമ്യം തന്നു. ജാമ്യം തന്നിട്ട് 3 ദിവസം തുടർച്ചയായിട്ട് എന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ചോദ്യം സൈബർ പോലീസ് സ്റ്റേഷൻ ചെല്ലണം. 5 ദിവസം, തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസം രാവിലെ 9 മുതൽ രാത്രി വൈകുന്നേരം 6 വരെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോകണം. എന്നെ ചോദ്യം ചെയ്യാൻ അവർക്കൊന്നുമില്ല, ഞാൻ കുറ്റം ചെയ്തില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ പോയിരിക്കണം. അപ്പൊ ഇവരുടെ വിചാരം ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഞാൻ 3 മണിക്ക് വന്നിട്ട് അന്നത്തെ വീഡിയോ ചെയ്യും. എന്നിട്ടാണ് ഞാൻ 9 മണിക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ചെന്നപ്പോൾ ഒരു ACP
കരുണാകരൻ എന്നോ മറ്റോ പേരുള്ള ഒരു കണ്ണൂരുകാരനാണ്, പക്ക കണ്ണൂരുകാരനാണ്, പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ഒരാളാണ്. അയാളുടെ ഭാര്യ ഒരു പഴയ കായിക താരമാണ്, KC ലേഖ എന്ന് പറയുന്ന ഒരു ബോക്സറാണ്. അപ്പൊ ലേഖയുടെ എൻ്റെ ഭാര്യ സ്പോർട്സുകാരി ആയതുകൊണ്ട് ഇവർ തമ്മിൽ പരിചയക്കാരും അടുപ്പക്കാരും ഒരുമിച്ച് മത്സരിക്കാൻ പോയിട്ടുള്ള പരിചയമുണ്ട്. മാത്രമല്ല എൻ്റെ അമ്മായിയപ്പൻ ഇദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ DYSP ACP. അതുകൊണ്ട് അയാൾക്ക് ഒരു ചെറിയ കരുണ എന്നോട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്നത് ഞാനൊരു പുസ്തകമൊക്കെ വായിച്ചിരിക്കും, വളരെ സ്വന്തമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എന്നെ പൊന്നു സാറേ മനുഷ്യത്തല്ലേ, എന്തിനാ ഞാൻ വരുന്നത്, നാളെ വൈകുന്നേരം വന്ന് ഒപ്പിട്ടാ പോരെ. പുള്ളി ശരി ആയിക്കോട്ടെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം അവിടെ ചെന്ന് ഒപ്പിട്ടു. അതിൻ്റെ പിറ്റേ ദിവസം എന്നെ രാവിലെ പുള്ളി പെട്ടെന്ന് വരണം കേട്ടത് 9 മണിക്ക് എന്നെ വരണം എന്ന് പറഞ്ഞു. പുള്ളി എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നാ പറ്റിയെന്നറിയാമോ, ഇവിടുന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരോ അജിത് കുമാർ സാറിന് ഒറ്റ കൊടുത്തു, ഈ ഞാനിവിടെ വന്നില്ല എന്ന്. ഇയാളെ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് പകരം ഒരു ദിവസം നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് ADG അജിത് കുമാറിന്റെ ഓഫീസിന്റെ വാതിക്കൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുത്തി. എന്നെ അവിടെ ഇരുത്താതിരുന്നേ. എന്തുമാത്രം ക്രൂരമായ ആഴ്ചപ്പാടായിരുന്നു. അതായത് പക വീട്ടുകയാണ്. ഈ പക വീട്ടി അജിത് കുമാർ ഇനി മേലാൽ ഇമാതിരി പണിക്ക് ഇറങ്ങുകയില്ല. അത്ര പണിയാണ് കിട്ടിയത്. അല്ല, ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. ചൈത്ര തെരേസ ജോൺ എന്ന് പറഞ്ഞ SP ഒരു മനോഹരമായ റിപ്പോർട്ട് എഴുതി അങ്ങോട്ട്. അവരുടെ അപ്പൻ ഒരു ജോൺ ജോസഫ് എന്നോ മറ്റോ പേര് കസ്റ്റംസിന്റെ ബോർഡ് മെമ്പർ ആയിരുന്നു. അതായത് IRS എഴുതി കസ്റ്റംസിൽ നിങ്ങൾ കമ്മീഷണറും ചീഫ് കമ്മീഷണറും വരെയൊക്കെ ആവാം. അതിനുശേഷം പക്ഷെ ബോർഡ് മെമ്പർ ആവുന്ന വളരെ കുറച്ച് പേർക്ക് പറ്റത്തില്ല. കസ്റ്റംസിന് അവരാണ് ഭരിക്കുന്നത്. കസ്റ്റംസിന്റെ ജോൺ ജോസഫ് എന്നാണ് എന്നെ തോന്നല്. ആ ജോൺ ജോസഫിന്റെ മകളാണ്. ജോൺ ജോസഫ് ഞാൻ പേര് ചെക്ക് ചെയ്തില്ല, ഒരു ജോണാണ്. ഈ അയാളെന്ന് പറഞ്ഞാൽ ഏത് പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞാലും തന്റെ തൊഴിൽ മാറ്റം വരുത്തുന്നതിനകത്തൊരു ഓഫീസറാണ്. വളരെ സത്യസന്ധനാണ്. അത്രയ്ക്ക് സത്യസന്ധനായ, ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത ഭയങ്കര മെറിറ്റുള്ള ഒരു ഓഫീസറാണ്. ആളുടെ മകളാണ്. ആരേലും പറഞ്ഞ ഇവര് വെക്കുവോ? ഇല്ല, അവർ ചെയ്യത്തില്ല. അങ്ങനെ കുറെ ഓഫീസർമാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഓഫീസറോട് ചോദിച്ചു, പറഞ്ഞു അത് ചേട്ടാ, ഇത് പണ്ടാന്ന് പറഞ്ഞാൽ ഏത് പോസ്റ്റ് കിട്ടിയാലും നമുക്ക് ശമ്പളം കിട്ടുമല്ലോ, അത്രേ ഉള്ളൂ. നമ്മുടെ തൊഴിൽ, നമ്മുടെ കഴിവ് സ്റ്റേറ്റിന് വേണമെങ്കിൽ അവരതിനെ ഇടട്ടെ, അവർക്ക് താല്പര്യമില്ല അവർ വേറെ എവിടെയും കൊണ്ടിട്ട് ഇടുന്ന പണി ചെയ്യും. അത്രേ ഉള്ളൂ. ആ മനോഭാവമുള്ള ഓഫീസറാണ്. അവർ ആലപ്പുഴ SP ആയിരുന്നു ഈ സമയത്ത്. ഇവർ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. അതാണ് ഇവർക്ക് കുടുങ്ങിപ്പോയത്. അതായത് ഇതിൻ്റെ അകത്ത് VIP സുരക്ഷ പോകുന്ന ഉദ്യോഗസ്ഥർ ഇറങ്ങാനേ പാടില്ല. അത് VIP സുരക്ഷയെ ബാധിക്കും. അതെ. അപ്പൊ അയാളുടെ ജീവിതം അപകടത്തിലായി. അയാളുടെ അടുത്ത് മാറാനേ പാടില്ല. അയാൾക്ക് നേരിട്ട് ത്രെട്ട് ഉണ്ടായാൽ മാത്രമാണ്. അത് ഇവരെ അടിക്കേണ്ടത് ലാത്തിയല്ല, കൈത്തോക്ക് മാത്രമേ ഉള്ളൂ. അവരെ റിവോൾവർ, അതും അവർക്ക് ആ റിവോൾവർ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം. പക്ഷെ ഇവർ ഉപയോഗിച്ചത് ലാത്തിയാണ്. അപ്പൊ അത് എവിടെ പോലീസ് അതും പോലീസിന്റെ മാനുവലിലുള്ള ലാത്തിയല്ല. പുറത്തു നിന്ന് പ്രത്യേക ഗൂഢാലോചന നടന്നു. അത് 25 കൊല്ലം ഗുണ്ടാപ്പണി ചെയ്തതിന്റെ ശീലമുണ്ട്. അപ്പൊ ഇതിനകത്ത് കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ശശിയും അജിത്തും ഈ പറയുന്ന ഗൺമാന്മാരും തമ്മിലുള്ള ഗൂഢാലോചന. ഇവർ ലക്ഷ്യമിട്ട് ഇത്രയേ ഉള്ളൂ, ശരിക്കും അട്ടിച്ച ഇവന്മാർ ഒറ്റ ഒരുത്തൻ ഇനി മേലാൽ സമരത്തിന് ഇറങ്ങരുത്. ആ ഒരു നിർദ്ദേശമാണ്. അതാണ് അവർക്കിനി ഇറങ്ങരുത്. മാത്രമല്ല ആണല്ലോ നിങ്ങളുടെ സുഹൃത്താരും നമ്മുടെ അവൻ കണ്ണം മരിച്ചു പോയത് ഇതുപോലെ ഇന്ദുചൂടൻ, വിജയുടെ അപ്പൻ ഇന്ദുചൂടൻ ഇതുപോലെ പുള്ളിയുടെ ഈ സുഷുമ്നാ നാടിക്കാണ് പരിക്ക്. അതെ. അപ്പൊ ഈ പോലീസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഭാവിയിൽ ഇവർക്കുണ്ടാവുന്ന അപകടം ആരും തിരിച്ചറിയുന്നില്ല. മരിക്കുമ്പോൾ ഇതുകൊണ്ടാവത്തില്ല. 10 കൊല്ലോ 15 കൊല്ലം കഴിഞ്ഞായിരിക്കും മരിക്കില്ല. അവിടെ നിന്ന് വന്ന നിർദ്ദേശം എന്താ, ഇനി ഒരുത്തനും മുഖ്യമന്ത്രിയുടെ നേരെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടൊന്നല്ല, ഇവരെ സൂചിപ്പിക്കുന്നതാണ് പിണറായിയെ. അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചാൽ നമ്മുടെ വീഴ്ചയാണ്, പോലീസിന്റെ വീഴ്ചയാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. മാത്രമല്ല DGP ഉള്ളപ്പോഴാണ് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നൊരു തസ്തിക ഉണ്ടാക്കി അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നത്. അല്ല, എന്നിട്ട് ഇതിനെ സംഭവിച്ചത് ഇപ്പൊ എന്നാ സംഭവിക്കാൻ പോകുന്നറിയുമോ? വധശ്രമം വരെ അവരുടെ മേൽ കുറ്റകൃത്യമുണ്ട്. അതെ. അപ്പൊ ഇവരുടെ എല്ലാം സസ്പെൻഡ് ചെയ്തു. ഇവന്മാരെ എല്ലാം വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം. അതിന് മുമ്പ് ജാമ്യം എടുക്കുമായിരിക്കും. FIR ഇട്ടിരിക്കുന്നത് ജാമ്യം ഉള്ള വകുപ്പ് ഇട്ടിട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് കോടതിയിൽ ചർച്ച പിന്നെ ഇവന്മാർ മുൻകൂർ ജാമ്യം കൊടുത്തപ്പോൾ ഇത് ജാമ്യമുള്ള വകുപ്പ്. പക്ഷേ വകുപ്പ് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഈ വകുപ്പ് മാറ്റാം. ഇതിനകത്തൊരു കാരണമുള്ളത് ഇപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞത് എന്താണ്, ഇത് പോലീസ് ഇവര് കരിങ്കൊടി കാണിച്ചു, അവരെ കസ്റ്റഡിയിലെടുത്ത് സേഫ് കസ്റ്റഡിയിലെടുത്ത് അവർ മാറ്റി. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരാൾക്കും അവരെ കയറി തൊടാനുള്ള പറ്റത്തില്ല. മാത്രമല്ല ആ ജൂറിസ്ഡിക്ഷൻ ലോക്കൽ പോലീസിന്റെയാണ്. അവിടെ ഈ ഗൺമാന്മാർക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല, അവർക്ക് അവകാശമില്ല. അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന VIP മാത്രം. ശരിക്കും ഇവന്മാരെ അന്വേഷണ വിധേയമായി പിരിച്ചുവിടണം.
പിരിച്ചു വിടുമോ എന്നൊരു ഭയമുണ്ട്. അതിനാണ് ഇവരിപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അല്ല ആയിക്കോട്ടെ, കേസായ നടപടിക്രമങ്ങൾ പോകട്ടെ, ഇവർ ജോലി നിന്ന് പിരിച്ചുവിടണം. ഇതുവഴി കാണിച്ച വൃത്തികെടുത്തില്ലേ. അതുകൂടെ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ശിക്ഷ എന്ന് പറഞ്ഞാൽ ജോലി പോകുക എന്നുള്ളതാണ്. സർക്കാരിന്റെ ശമ്പളം വാങ്ങി ഇത്തരം വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ അത് പിരിച്ചുവിടില്ല. ഒരു പൗരനെ വധിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്, തലയ്ക്കാണ് അടിച്ചിരിക്കുന്നത്. അത് ആ വീഡിയോ ദൃശ്യങ്ങളെ കൃത്യമാണ്. അതായത് തലയ്ക്ക് മേളിലേക്ക് മുറിവുണ്ടാക്കുക, അല്ലെ അവനെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ മാരക അടിയല്ലേ അടിച്ചിരിക്കുന്നത്. അതിനാ ഡോക്ടറെ സർട്ടിഫിക്കറ്റും ആ അനുഭവസ്ഥന്റെ മൊഴിയും മതിയല്ലോ, അത് മതി. അതാണ് എന്താണെങ്കിലും ഇപ്പൊ അജിത് കുമാർ കൈ കഴി. അജിത്ത് പറഞ്ഞു എനിക്കറിയില്ല, എന്റെ ഓഫീസിൽ ഞാൻ വിളിച്ചു തിരുത്തി, ഞാനത് വിശദമായിട്ട് അന്വേഷിച്ചു. ഈ പറയുന്ന റിപ്പോർട്ട് തിരുത്തുകയും റിപ്പോർട്ട് തിരുത്തി എന്ന് ഉറപ്പാക്കി കോടതി റിപ്പോർട്ടാണെന്ന് എല്ലാം പറഞ്ഞു. അതായത് ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ ഈ അന്വേഷിച്ച പോലീസ് ഓഫീസർ ഒരു SHO അയാൾ അപ്പം തന്നെ ഇവന്മാര് ഈസ്റ്റ് കല്ലട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു. പേര് വിജയൻ രഞ്ജിത്തെന്നോ മറ്റോ പേര്, രഞ്ജിത്തോ മറ്റേ. അപ്പം ഈ പോലീസ് ഓഫീസർ എന്ത് ചെയ്താൽ ആദ്യം തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ കോപ്പി എടുത്ത് പോക്കറ്റ് വെച്ചിട്ടാണ് അയാൾ രണ്ടാമത്തെ റിപ്പോർട്ട് കൊടുത്തത്. കാരണം ഇയാളുടെ ആദ്യത്തെ റിപ്പോർട്ട് മാറ്റി അയക്കറിയാതെ വരുന്നത്. അപ്പൊ ഇത് ഇപ്പൊ പുതിയ അന്വേഷണ സംഘം തെളിവെടുത്തപ്പോ ആദ്യത്തെ റിപ്പോർട്ടിന് കോപ്പി അയാൾ കൊടുത്തു. ഇതാണ് ഞാൻ എന്നിട്ടുള്ള കാര്യം മുഴുവൻ ഉള്ള കാര്യം മൊത്തം. ഒരു സുനിൽ രാജ് എന്ന് പറഞ്ഞ ഒരു DYSP ഉണ്ട്, അയാളും പറഞ്ഞു ADGP പറഞ്ഞിട്ടാ ഞങ്ങളെ വിളിച്ചു വരുത്തി. അത് വേറൊരു രസം, ഈ ഗ്രേഡ് SIമാരുണ്ട് ADGPയുടെ ഓഫീസിൽ. അവർ ഈ DYSP താൻ എന്തോ നോക്കിയാണോ റിപ്പോർട്ട് എഴുതിയത്, ഈ DYSPയോട് ചോദിച്ചതാ പറഞ്ഞു താൻ എന്തോ നോക്കിയാണ് റിപ്പോർട്ട് എഴുതിയത്, ഇങ്ങനെയാണോ റിപ്പോർട്ട് എഴുതിയത്. മാത്രമല്ല SP ആയ ചൈത്ര തെരേസയുടെ റിപ്പോർട്ടും ഇതാ അങ്ങനെയാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. SP അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത്. അത് മുക്കി ഇയാൾ ഇവിടെ കയറിയാലും അതിന്റെ കോപ്പി അവിടെ ഉണ്ടല്ലോ, അവിടെയുണ്ട്. അപ്പൊ ആ റിപ്പോർട്ടുകളെല്ലാം ഇപ്പൊ കോടതി സബ്മിറ്റ് ചെയ്തു. ഇത് മൊത്തം ഇവർ പൊക്കിയെടുത്തു. ഇതിനകത്ത് പക്ക എന്താ ഒറ്റ നോട്ടത്തിൽ തന്നെ തൊഴിൽ പോവണം മാത്രമേ ഇനി ഇങ്ങനെ ഒരുത്തനും ആർക്കും വേണ്ടി ചെയ്യരുത്. ഭരിക്കുന്നവൻ പോകും, ഇന്ന് വരുന്നവൻ നാളെ പോകുമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ഓർമ്മ എപ്പോഴും നമ്മൾ അത് ഇവർക്കില്ല. ഇവരോർത്ത് ഇനി എക്കാലത്തും പിണറായി ഭരിക്കുന്നതെന്ന് ഓർത്തു. അതെ. എന്തായാലും ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു എന്താ പറയുക, നമുക്ക് ആ രക്ഷാപ്രവർത്തകൻ പണി കിട്ടി എന്നുള്ളത് വലിയൊരു നേട്ടമായി തന്നെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ തന്റെ പ്രകടനം തുടരുന്നു. അതെ, എനിക്ക് അതിലൊരു വളരെ സന്തോഷകരമാണ്, സപ്പോർട്ടാണ്, പിന്തുണയാണ് എന്ന് പറയുമ്പോഴും എനിക്ക് ചെറിയ വിഷമമുള്ള ഇതുവരെയായിട്ട് പ്രശാന്തിനെ അശോകനും തിരിച്ചെടുത്തു. അതിനിടയ്ക്ക് പിന്നെ സഞ്ജീവ് കൗശിക് അല്ല, സഞ്ജീവ് കൗശിക് ചീഫ് സെക്രട്ടറി ആകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ കൊണ്ട് എത്തിച്ചത് KM എബ്രഹാം ആയിരുന്നു. ജയതിലകിന്റെ തുടർച്ചയായി ഇയാളെ കൊണ്ടുവച്ചാൽ മാത്രമേ സപ്പോർട്ട് കിട്ടൂ. പക്ഷേ സഞ്ജീവ് കൗശിക്കിന് നമ്മുടെ വാർത്ത വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അയാളുടെ അഴിമതിയും അയാളുടെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ട് അയാൾ സ്ഥലം കിട്ടി, അതോടെ അയാൾ പോയി. ഇത് മാത്രമല്ല, രാജമാണിക്യത്തിന്റെ പദവി മുഖ്യമന്ത്രി ഓഫീസിൽ സെക്രട്ടറി ആവേണ്ട രാജമാണിക്യമായിരുന്നു. അതിന് വരെ NSK ഉമേഷായി, രത്തൻ കേൽക്കറായി. രാജമാണിക്യം വരെ രത്തൻ അതാ രാജമാണിക്യത്തിന് പകരമാണ് കേൽക്കർ എടുത്തത്. രാജമാണിക്യത്തെ ആയിരുന്നു ആ പോസ്റ്റ് വെക്കേണ്ടിയിരുന്നത്. അതും പോയി കിട്ടി, ആ പോസ്റ്റും പോയി കിട്ടി. രത്തൻ കേൽക്കറിന്റെ പേരിൽ വിവാദത്തിന് കാര്യമൊന്നുമില്ല, അതിനകത്ത് യാതൊരു കാര്യമില്ല. അതല്ല ഈ പിണറായിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പ്രശാന്തിനെ അശോകനെ തിരിച്ചെടുത്തില്ല എന്ന് പറഞ്ഞ സങ്കടകരമാണ്. അത് സ്വാഭാവികമാണ്. കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇയാളുടെ ചെവി കടിച്ചു പറിക്കാൻ ആൾക്കാർ കാണും. ജയതിലകാണ് ഇപ്പോഴും തീരുമാനിക്കണം. അതായിരിക്കണം. ജയതിലകിനെ പോലെ അഴിമതിക്കാരനും സ്വജനപക്ഷപാതിയും പിണറായിയുടെ മൂട് താങ്ങിയുമായ ഒരാൾ ഇപ്പോഴും ചീഫ് സെക്രട്ടറി ആയിട്ടോണ്ടിരിക്കുമ്പോൾ ഇത് മാത്രമല്ല, VD സതീശന് പേടി കാണും. എന്ന് വെച്ചാൽ 100% സത്യസന്ധനായി എല്ലാം തുറന്നു പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ വന്നാൽ പണി കിട്ടുമെന്ന് പേടി. അത് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, കാരണം ഇവര് രണ്ടുപേരും അവരുടെ വകുപ്പിൽ നടക്കുന്ന അഴിമതികൾ അല്ലെ സർക്കാർ അഴിമതികൾ മൂടി വെക്കാൻ അവർ തയ്യാറല്ല. അതിപ്പോ അത് പിണറായി ഭരിച്ചാലും ഓക്കെ, സതീശൻ ഭരിച്ചാലും ഓക്കെ. പിന്നെ പിണറായി വിജയനൊക്കെ വലിയ ഭീകരനൊന്നും അല്ല സതീശൻ. അവരെ നോക്കുമ്പോൾ പിണറായിയെ വെല്ലുവിളിക്കാമെങ്കിൽ സതീശനെ വെല്ലുവിളിക്കാൻ ഒരു കുഞ്ഞ്. പക്ഷെ അവരുടെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ വേദന. അവരെ തിരിച്ചെടുക്കുന്നില്ല. അവർ ഏത് പോസ്റ്റിൽ എടുത്താലും കുഴപ്പമില്ല, സസ്പെൻഷൻ പിൻവലിക്കാതെ. പ്രത്യേകിച്ച് പ്രശാന്തിന്റെ പിന്നെ 1.5 കൊല്ലമായിട്ട് നീണ്ടു നിൽക്കുന്ന സസ്പെൻഷൻ. അശോകിനെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ജയതിലേക്ക് വാശി തീർക്കാൻ വേണ്ടി സസ്പെൻഡ് ചെയ്തു. മറ്റേ സർക്കാർ മാറുന്നതിന് മുമ്പ് ചെയ്തത്. അതൊക്കെ ഇപ്പോഴും റിവോക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ അങ്ങേയറ്റം ഖേദകരമായ സംഗതിയാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നില്ല കാര്യം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ല, അമ്മയിലെ അന്തഃഛിദ്രം. എവിടെ വിവാദമുണ്ട് അവിടെ ദല്ലാൽ നന്ദകുമാറുണ്ട്. ഇതെങ്ങനെ വന്ന് കയറുന്ന അറിയത്തില്ല, ഏത് തരത്തും അയാളുണ്ട്. ഭയങ്കര സംഭവം. പക്ഷേ ഈ അമ്മയിലെ വിവാദത്തിൽ 75 ലക്ഷം രൂപ ദല്ലാൽ നന്ദകുമാർ സ്പോൺസർ എന്ന് പറയുന്നത് വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് കേട്ടോ. അതേലെ പലർക്കും അതിന്റെ ആഴം പിടിയിട്ടില്ല. ആളുകൾ ആ ചർച്ച വന്നത് എവിടെയാണെന്നറിയോ? ചർച്ച വന്നത് അൻസിബ ഹസൻ അമ്പലത്തിൽ പോയി. അൻസിബ ഹസൻ
പറയുന്നു നമ്മളൊരു ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് വേണ്ട, സ്വീകരിക്കാൻ പാടില്ല ഒരു മതസംഘടനയുടെയും. അതെ, അൻസിബ ഹസൻ മുസ്ലിം ആയതുകൊണ്ട് ക്ഷേത്രത്തെ വേണ്ടെന്ന് വെച്ച തരത്തിലേക്ക് മാത്രം ചർച്ച പോകുന്നു. അതെ അതെ, യഥാർത്ഥത്തിൽ അൻസിബ പറഞ്ഞത് ഒരു മതത്തിന്റെയും വേണ്ട, അതിനകത്ത് കാര്യമുണ്ട്. കാരണം അമ്മയുടെ ഒരു പരിപാടി ടൈറ്റിൽ സ്പോൺസർ ആകുമ്പോൾ പിറകെ വെക്കുന്നത് ഈ ദൈവത്തിന്റെ അടയാളമാണ്, ഈ അമ്പലത്തിന്റെ പടമായിരിക്കും വരുന്നത്, അമ്പലത്തിന്റെ പടം. അപ്പൊ അത് ശരിയല്ലല്ലോ. അതല്ല, അപ്പൊ അത് ഏത് മതമാണെങ്കിലും വേണ്ടെന്ന് അൻസിബ പറഞ്ഞാണ് 100% ശരി. അല്ല, ഇതിനകത്ത് വേറൊരു ചോദ്യങ്ങളുണ്ട്. അമ്പലം ഒരു വ്യവസായ സ്ഥാപനമല്ല, അല്ലല്ലോ. ഇതിന്റെ പരസ്യം എന്തിനു കൊടുക്കുന്നത്? അത് വളരെ വിചിത്രമാണ്. ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ക്ഷേത്രം ഒരു പരിപാടി സ്പോൺസർ ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് പത്രങ്ങളിൽ പരസ്യമൊക്കെ ചെയ്യാറുണ്ട്, സപ്ലിമെന്റ് ഇറക്കാറുണ്ട്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ട്രസ്റ്റുകൾ. അതായത് ഇപ്പൊ നമ്മുടെ ചക്കുളത്തുകാവ് തിരുവല്ലയില് അവര് എല്ലാം ഇവൻ ആറ്റുകാലം കൊടുക്കാറുണ്ട്. അവര് അത് പ്രൈവറ്റ് ആണ്, അത് സർക്കാർ ഒന്ന് പ്രൈവറ്റ് ആണ്, അല്ല രണ്ട് ഇതും പ്രൈവറ്റാ. അതല്ല, അവരൊക്കെ കൊടുക്കുന്ന അവരുടെ ഉത്സവത്തോടനുബന്ധിച്ച് അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അതെ അതെ അതെ, ഇത് അവരാരും സ്പോൺസർ ചെയ്യുന്നില്ല, അവർ പരസ്യമാണ് കൊടുക്കുന്നത്. ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ അമ്മയുടെ പ്രോഗ്രാം 75 ലക്ഷം രൂപ കൊടുത്ത് സ്പോൺസർ ചെയ്യുന്നു. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവിടെയാണ് മോഹിനിയാട്ടം സിനിമയാണ്. ഞങ്ങൾ ഇന്നലെ അതായത് പരാമർശിക്കുകയുണ്ടായിരുന്നു. മോഹിനിയാട്ടം സിനിമ ഇത് തന്നെയാണ് കഥ. അതായത് 4-5 സർക്കാർ ഉദ്യോഗസ്ഥരെ ഒന്നിച്ചു കൂടുന്നു, ഇവർക്ക് കൈക്കൂലി മേടിക്കണം. എങ്ങനെ മേടിച്ചാലും ഇത് വിജിലൻസ് പിടിക്കുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ അവരെന്ത് ചെയ്യുന്നു, ഒരു അമ്പലം ഉണ്ടാക്കും. ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് അതിന് മുന്നിൽ ഒരു വലിയ ഭണ്ഡാരം വെക്കും. ഈ കൈക്കൂലി കൊടുക്കേണ്ടവരോടെല്ലാം പറയും അതിനകത്ത് കൊണ്ട് പൈസ കവറിനകത്ത് പേരെഴുതി ഇട്ടേക്കാൻ പറയും. അപ്പോൾ ഇതാകുമ്പോൾ റെയ്ഡില്ലല്ലോ, ഇതിൻ്റെ വരുമാനവും കാണിക്കണ്ടല്ലോ. ഈ അമ്പലം ആയതുകൊണ്ട് ടാക്സിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഈ അമ്പലം ഇവരുണ്ടാക്കിയിട്ട് ഇതിന് മോഹിനീശ്വരി ദേവി എന്ന് പറഞ്ഞൊരു ദേവിയെ, ഇതിനൊരു ഐതിഹ്യമുണ്ട്. അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് മിച്ചറ് സോഡ. അതിനൊരു കഥയുണ്ട്. ശ്രീരാമൻ വനവാസത്തിന് പോയ സമയത്ത് വിശന്ന് വലഞ്ഞ് വരികയാണ്. വരുന്ന സമയത്ത് അദ്ദേഹം തീർത്തും വിശന്ന് വലഞ്ഞ് ഒരു ചന്ത കാണുന്നു. അവിടെ ഒരു മോഹിനി എന്ന് പറഞ്ഞൊരു അമ്മ ഇരുന്നിട്ട് കടലമാവ് കൊണ്ടും കപ്പലണ്ടിയും കൊണ്ടും ഉണ്ടാക്കിയ ഒരു പ്രത്യേക പലഹാരം വാഴയിലയിൽ ഈ ശ്രീരാമന് കൊടുക്കുന്നു. കുടിക്കാൻ ഇത് ഈ നുരയും പതയും വരുന്ന ഒരു വെള്ളവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ അമ്പലത്തിൽ അവിടുത്തെ പ്രധാന വഴിപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് നിരന്നിരിക്കുക, തലമണ്ടയ്ക്ക് ഈ കരിക്കെടുത്ത് തലയിൽ അടിച്ച് പൊട്ടിച്ച് ഒഴിവാക്കുക. എന്ന് പക്ഷേ ഈ അമ്പലം കയറി അങ്ങ് ഹിറ്റാവുകയാണ്. ഇവർ പോലും പ്രതീക്ഷിക്കാതെ അമ്പലം അങ്ങ് ജനകീയമായി, ഈ വഴിപാടിനും എല്ലാം ആളായി. പക്ഷെ ഇവന്മാർ ഇതിനിടയിൽ കൂടെ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവിടുത്തെ പ്രതിഷ്ഠ ആരാന്നറിയോ? ഇതിലൊരുത്തന്റെ ഭാര്യ, അവരുടെ പേരാണ് മോഹിനി. ഭാര്യ അതൊക്കെ 2 ഭാര്യമാരാണ്. അതിൽ ഒരു ഭാര്യ ഒരു സ്ഥലത്ത് ഒരു ഭാര്യയുണ്ട്, വേറൊരു സ്ഥലത്ത് വേറൊരു ഭാര്യയുണ്ട്. ഇതിന്റെ ഒരു സമാനമായ ഒരു പക്ഷേ ഈ തിയേറ്ററിൽ ഈ ജീവിതത്തിൽ എടുത്തായിരിക്കണം. അതെ, അതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെ ഇത് കേട്ടപ്പോൾ ആദ്യം എന്റെ മനസ്സിൽ ഓടി വന്ന ഈ മോഹിനിയാട്ടം. അല്ല, ഞാനിത് പറയാൻ കാര്യം, ഞാൻ ഈ ദലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ആൾ കോടതികളിൽ ഇടനില നിന്ന് കാശ് മേടിക്കുന്ന ആളാണ്. പത്രവാർത്തകൾ വരുന്ന നമുക്കറിയില്ല. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ പല കേസുകളിലും ഇയാൾ ഇടനില നിന്ന് അനുകൂലമായി വിധി മേടിച്ചു കൊടുക്കാറുണ്ടെന്നും പലപ്പോഴും ഇയാൾ അല്ലാതെ തന്നെയും പണം മേടിക്കാറുണ്ടെന്നൊക്കെയാണ് ആരോപണങ്ങൾ. എന്തായാലും പൈസ ഇഷ്ടം പോലെ. അപ്പൊ ഇയാളുടെ കഥ ഭയങ്കര വിചിത്രമാണ്. പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഇയാൾ ബന്ധം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇയാൾ ഇവിടെ നിന്ന് ഈ രാഷ്ട്രീയക്കാര്, MP-മാര്, ജഡ്ജിമാരൊക്കെ ഡൽഹിക്ക് പോകുന്ന വിമാനത്തിൽ ഇയാൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കും. എന്നിട്ട് എയർപോർട്ടിൽ ചെന്നിട്ട് അവരോട് ഇന്നത്തെ VIP ആരാന്ന് ചോദിക്കും. ആ VIP-യുടെ അടുത്ത സീറ്റിലേക്ക് ഇയാൾ സീറ്റ് മേടിക്കും. അപ്പോൾ ഇവിടുന്ന് ഡൽഹിക്ക് 4.5 മണിക്കൂർ ഫ്ലൈ ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തേക്ക് ചിലപ്പോൾ ഒരു സുപ്രീം കോടതി ജഡ്ജായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജായിരിക്കും. ഈ 4.5 മണിക്കൂർ ഹൈക്കോടതി ജഡ്ജിയോട് സംസാരിച്ചാണ് ഇയാൾ ബന്ധം ഉണ്ടാക്കുന്നതാണ് ഇയാളോട് ബന്ധമുള്ള ഒരാൾ. മൻമോഹൻ സിംഗിന്റെ പേരിൽ ഇയാൾ ഡൽഹിയിൽ ഫോൺ നമ്പർ എടുത്തിരുന്നു എന്നാണ് എന്നോട് ജോൺ മുഹമ്മദ് പരിക്കർ പറഞ്ഞത്. അത്ര വലിയ പുള്ളി മൻമോഹൻ സിംഗിന്റെ പേരിൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് കൃത്യം അറിയില്ല, ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞതാണ്. അപ്പൊ ഇദ്ദേഹം പല കേസുകൾ ഇടനില നിൽക്കുന്നു എന്നുള്ള എന്തായാലും വാർത്തകൾ അറിയാവുന്നതാണ്. എനിക്കറിയാവുന്ന ഒരു കേസുണ്ട്, ഞാൻ വിശദാംശം കിടക്കുന്നില്ല. ഒരു കേസുണ്ടാവുന്നു, അവരെ രക്ഷിക്കാൻ വേണ്ടി പുള്ളി രംഗത്തിറങ്ങുന്നു, അവരോട് പുള്ളി കാശ് ചോദിക്കുന്നു. അപ്പം അതായത് ഇവർക്ക് ഈ ഒരുപാട് ആളുകളുടെ രക്ഷകൻ ജയിലിലാണ്. അതെ, അയാളെ രക്ഷിക്കാൻ വേണ്ടി അനുയായികൾ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട് ആരോ പറഞ്ഞു നന്ദകുമാറിന്റെ അടുത്ത് പോയതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അയാൾ ചോദിച്ചപ്പോൾ അയാൾ ഇവരെല്ലാം കൂടി പിരിവെടുത്തിട്ട് ഇയാൾക്കൊരു വലിയ തുക കൊണ്ട് കൊടുക്കാൻ തരും. ഇയാൾ പറഞ്ഞു ഒരാളുടെ പേരിൽ 5 ലക്ഷം രൂപ ഇത് അമ്പലത്തിൽ കൊണ്ടിടാൻ പറയുന്നു. ഈ അമ്പലത്തിൽ അപ്പൊ പിന്നെ അമ്പലത്തിൽ നേർച്ച തരാൻ പറയുന്നു എന്ന് എന്നോട് ഇതിന്റെ ജയിലിൽ കിടന്ന ആളെന്നോട് പറഞ്ഞാണ്. അതാണ് കറക്റ്റ്. ഇത് തന്നെയാണ് ഗുണമൊന്നും ഉണ്ടായില്ല, അത് വേറെ കാര്യം. ഇതാണ് സിനിമ, ഇത് തന്നെയാണ് സിനിമ. എന്നിട്ടോ അയാൾ എന്നോട് പറഞ്ഞത്
ഈ കാശ് ബാക്കി കൊടുക്കായിരുന്നുകൊണ്ട്, അതായത് ആദ്യം 50 ലക്ഷം കൊണ്ട് കൊടുത്തു ബാക്കി കൊടുക്കാതിരുന്ന കാരണം പുള്ളി എതിരായിരുന്നു പറഞ്ഞു. ആ ദോഷമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അതെന്തെല്ലാട്ടെ, അതൊക്കെ പലതും കഥയായിരിക്കും. അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള ആളാണ്. ചിലതൊക്കെ നുണയായിരിക്കും, ചിലത് എല്ലാവരും ചുറ്റും കഥയുണ്ടല്ലോ. പക്ഷേ വിഷയം, അങ്ങനെ ഒരാളിൽ നിന്ന് 75 ലക്ഷം രൂപ അമ്മ കൈപ്പറ്റുമ്പോൾ ഇത് വളരെ വിചിത്രമല്ലേ? അമ്മ എന്ന് പറയുന്ന ഒരു താരസംഘടനയ്ക്ക് 75 ലക്ഷം രൂപ ഇങ്ങനെ ഒരു ക്ഷേത്രം പണം കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ വിചിത്രവും നാടകീയമായ സംഭവം. സാധാരണ നമ്മൾ ആ ക്ഷേത്രത്തില് അങ്ങോട്ട് കൊണ്ട് വഴിപാട് അർപ്പിക്കുകയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഉത്സവത്തിന് വരുന്നവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുമായിരുന്നു. ഒരു സിനിമാ നടൻ വന്ന 5 ലക്ഷം കൊടുക്കും ഒരു ഉത്സവത്തിൽ പങ്കെടുത്താൽ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പൈസ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സിനിമാ താരങ്ങള് ഇവിടെ വരേണ്ടി വരുമല്ലോ ഒരിക്കലെങ്കിലും. അതെ, ഇവിടെ വന്ന് തൊഴുതിന്റെ ഒരു പടവും വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി പ്രാർത്ഥിച്ചു, എനിക്ക് ഐശ്വര്യം കിട്ടിയെന്ന് പറഞ്ഞാലും ഒരുപാട് ആരാധകരുണ്ട്. മാത്രമല്ല ഈ സിനിമാ താരങ്ങളുടെയൊക്കെ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഇയാൾ തന്നെ 10 പേരോട് പറയും. നോക്ക്, ഞങ്ങളവിടെ വന്ന സിനിമാ താരങ്ങൾ മുസ്ലിമായിട്ട് പോലും അൻസിബ വരെ വന്നു എന്ന് പറയുമ്പോൾ ഇനി ഇയാളുമായിട്ട് ദല്ലാൽ കച്ചവടത്തിന് ആഗ്രഹിക്കുന്നവരെ ഒരു മുസ്ലിം ആണെന്ന് വിചാരിക്കുക, അയാളും കൊടുക്കും എത്ര രൂപ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള വലിയ തോന്നിയാസം അവിടെ നടന്നു. ഈ തോന്നിയാസത്തിന്റെ ചർച്ചയാണ് പിന്നീട് ഇത്രയും വഷളാവുന്നതും ഇത്രയധികം ആളുകൾ. എന്റെ അൻസിബയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് രാവിലെ എനിക്ക് കിട്ടി. നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സങ്കടം തോന്നും നമുക്ക്. അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഇതിനിടയ്ക്ക് ടിനി ടോമിനെതിരെയുണ്ട്. ടിനിയും പറയുന്നത് ടിനിയെ ടാർഗറ്റ് ചെയ്യുവാണ് ചില കാരണങ്ങൾ. ഞാൻ രാവിലെ ടിനിയെ വിളിച്ചിരുന്നു. ടിനി പറഞ്ഞത് എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്, ഞാൻ നിരപരാധിയാണ്. എപ്പോഴും ഇരവാദം ഉണ്ടാക്കുന്ന ഒരാളാണ് ടിനി, നമുക്കറിയാമല്ലോ. പക്ഷേ ഇടയ്ക്ക് ഒരു വിഷയം ഉണ്ടായില്ലേ പുള്ളിയുടെ മകന്റെ. ആ മകൻ അതുപോലും പുള്ളി പറയുന്നത് മകൻ പ്രതിയല്ല. ആ മകൻ കഴിഞ്ഞ ദിവസം അയലൊക്കെക്കാരെ പോയി തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതും കൂടെ കൂട്ടി വായിക്കാൻ പറ്റത്തില്ല. അതൊക്കെ പറ്റും, അതാണ് അതിനകത്തെ പ്രശ്നം. പക്ഷെ ഇത് വേറെ കാര്യമുണ്ട്, ഈ ഇത്രയും വലിയൊരു താരസംഘടനയിൽ വേറെ ആരും ഇതിനകത്ത് സംസാരിക്കുന്നില്ല. എന്തായാലും വളരെ കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ, വളരെയധികം ദയനീയമാണ് അമ്മയുടെ അവസ്ഥ. എന്തായാലും സ്ത്രീകൾ എന്നിട്ട് പിന്നെ ഇരവാദമായിട്ടും ശ്വേതാമേനോൻ വന്നു. ഞാൻ സ്ത്രീയായത്, മറ്റൊരു സ്ത്രീയാണ്, സ്ത്രീയാണ്, പിന്നെ വിഷ്ണുപ്രിയ, കൃഷ്ണപ്രിയ, ആരാണ്ടൊക്കെ ഉണ്ടല്ലോ, ലക്ഷ്മിപ്രിയക്ക് എന്തൊക്കെയാ ഇന്നലെ ലക്ഷ്മിപ്രിയ പറഞ്ഞ ഞാൻ അപ്പം തന്നെ മാറ്റി. ലക്ഷ്മിപ്രിയാണ് ഈ സിനിമാ നടിമാരിൽ ഈ അമ്മയുടെ സംഘാടകരിലെ നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്ത വിധത്തിൽ പല ഡയലോഗ് വിളിക്കുന്ന ലക്ഷ്മിപ്രിയാണ്. അതിനകത്ത് നീന കുറുപ്പൊക്കെ ഉണ്ടല്ലോ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നീന കുറുപ്പിനെ ടിന്നിട്ടും തെറി വിളിച്ചു എന്ന് പറഞ്ഞാൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാന്യമായി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. എന്തായാലും നാണക്കേടാണ് മലയാളികൾക്ക് അമ്മയെ കൊണ്ട്. ഇത്തരം തോന്നിയാസങ്ങളൊക്കെ നിങ്ങൾ അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ആരാധന പോയി ഞങ്ങൾ ഇത് സിനിമ കാണണം, ഞങ്ങൾ നെറ്റ്ഫ്ലിക്സിലും മറ്റേ ആമസോണിലും ഒക്കെ തിയേറ്ററിൽ പോയി കാണിച്ച് നിർത്തും, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങളത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. നന്ദി, നമസ്കാരം.